കിം ജോങ് ഉൻ ജപ്പാനികളെ കൊല്ലാൻ തുടങ്ങുന്നു. കൊറിയൻ മിസൈലുകൾ ജപ്പാനെ പിടിച്ചു കുലുക്കി. ഒരു വശത്ത് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ തീ ആളിക്കത്തുമ്പോൾ മറുവശത്ത് കിഴക്കൻ ഏഷ്യയിലും വീണ്ടും അപകടമണികൾ മുഴങ്ങിക്കഴിഞ്ഞു. അതിനിടെ കഴിഞ്ഞ 2 മാസമായി പൊതുവേദികളിലോ ഔദ്യോഗിക ചിത്രങ്ങളിലോ പ്രത്യക്ഷപ്പെടാത്ത ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ എവിടെയാണ് എന്ന ചോദ്യമാണ് ലോകമെമ്പാടും ഉയർന്നു കേട്ടത്. അസുഖബാധിതനായോ അധികാരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറിയോ എന്ന തരത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. എന്നാൽ കിം എവിടെയും പോയിട്ടില്ല എന്നും ഉത്തര കൊറിയയുടെ സൈനിക രാഷ്ട്രീയ നീക്കങ്ങൾ പതിവ് പോലെ തുടരുകയാണ് എന്നതിനുമുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ജപ്പാൻ കടലിലേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തെ ലോകം നോക്കിക്കാണേണ്ടത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും വർഷത്തിലെ ഏറ്റവും വലിയ സംയുക്ത സൈനികാഭ്യാസത്തിന് അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഈ മിസൈൽ പരീക്ഷണം നടന്നത് എന്നുള്ളതാണ്. ഇത് വെറും ആയുധ പരീക്ഷണമല്ല, മറിച്ച് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ വീണ്ടും ചൂടുപിടിപ്പിക്കുന്ന വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക സന്ദേശമാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കൊപ്പം കിഴക്കൻ ഏഷ്യയിലും പുതിയ പ്രതിസന്ധിയുടെ സൂചനകൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ബിയോൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ദക്ഷിണ കൊറിയൻ സൈന്യത്തിൻ്റെ ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഓഗസ്റ്റ് മാസം 12-ന് പുലർച്ചെ പ്രാദേശിക സമയം രാവിലെ 6 മണിയോടെയാണ് ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരപ്രദേശമായിട്ടുള്ള വോൺസാനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചിരിക്കുന്നത്. ഏകദേശം 700 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ച ശേഷം അത് ജപ്പാൻ കടലിൽ പതിച്ചതായിട്ട് ദക്ഷിണ കൊറിയ തന്നെ അറിയിക്കുന്നു. ജപ്പാനും ഈ വിക്ഷേപണം സ്ഥിരീകരിച്ച് അത് സംശയിക്കപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈലാണ് എന്ന് വ്യക്തമാക്കി. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും മേഖലയിലെ പ്രതിരോധ ഏജൻസികൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ അതുടൻ ജാഗ്രതയിലാവുകയും സുരക്ഷാ ഏജൻസികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വശം അതിൻ്റെ സമയമാണ്. അതായത് ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കുന്ന ഉൾച്ചി ഫ്രീഡം ഷീൽഡ് എന്ന 11 ദിവസത്തെ അമേരിക്ക ദക്ഷിണാഫ്രിക്ക സംയുക്ത സൈനികാഭ്യാസത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഉത്തര കൊറിയ മിസൈൽ വിക്ഷേപിച്ചിരിക്കുന്നത്. ഏകദേശം 18,000 ദക്ഷിണ കൊറിയർ സൈനികരും ദക്ഷിണ കൊറിയയിൽ വിന്യസിച്ചിരിക്കുന്ന 22,500 അമേരിക്കൻ സൈനികരും പങ്കെടുക്കുന്ന ഈ അഭ്യാസം ഉത്തര കൊറിയയിൽ നിന്നുള്ള സാധ്യതയുള്ള ഭീഷണികളെ നേരിടുവാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. എന്നാൽ വർഷങ്ങളായിട്ട് ഈ അഭ്യാസത്തെ അധിനിവേശത്തിനുള്ള പരിശീലനമെന്നാണ് ഉത്തര കൊറിയ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സൈനികാഭ്യാസം പ്രഖ്യാപിക്കുമ്പോഴും ആരംഭിക്കുമ്പോഴും ഒക്കെ അതിന് മറുപടിയായി മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഉത്തര കൊറിയയുടെ പതിവ് തന്ത്രമാണ്. ഇത്തവണയും അതേ മാതൃകയാണ് ആവർത്തിച്ചത് എന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ക്യുംനാം സർവകലാശാലയിൽ ഉത്തര കൊറിയൻ പഠന വിദഗ്ധർ ലിം യൂൾ ചൂൾ പറയുന്നത് അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസങ്ങൾ അത് പ്രതികരണമില്ലാതെ കടന്നു പോകാൻ ഉത്തര കൊറിയ ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളോ മറ്റ് പ്രകോപനപരമായിട്ടുള്ള നടപടികളോ ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുമാണ്. മിസൈൽ വിക്ഷേപണത്തിന് പിന്നാലെ ദക്ഷിണ കൊറിയയുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ഉത്തര കൊറിയയുടെ നടപടി കൊറിയൻ ഉപദ്വീപിലെയും കിഴക്കൻ ഏഷ്യയിലെയും സമാധാനത്തിന് സ്ഥിരതയ്ക്കുമെതിരായിട്ടുള്ള ഗുരുതര പ്രകോപനമാണ് ദക്ഷിണ കൊറിയ അവിടെ ഉണ്ടാക്കിയതെന്ന് ആരോപണമായിരുന്നു. അതേസമയം ജപ്പാൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഷിൻഡിജോ കൊയ്സുമി ഈ വിക്ഷേപണം പ്രാദേശിക സമാധാനത്തിനും അന്താരാഷ്ട്ര മാർഗങ്ങളിലൂടെ ഉത്തര കൊറിയയ്ക്കെതിരെയായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുവാനും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സംഭവത്തിന് പിന്നിൽ വർഷങ്ങളായിട്ട് തുടരുന്ന രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലമുണ്ട്. ഉത്തര കൊറിയ തുടർച്ചയായിട്ട് ആണവായുധങ്ങളും ദീർഘദൂര മിസൈൽ പദ്ധതികളുമൊക്കെ വികസിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുകയാണ്. ജപ്പാൻ സമീപ വർഷങ്ങളിലൊക്കെ ഈ പ്രതിരോധ ചെലവെന്ന് പറയപ്പെടുന്ന ഗണ്യമായിട്ട് വർദ്ധിക്കുകയും പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉത്തര കൊറിയ വിമർശിക്കുന്നത് വീണ്ടും സൈനികവൽക്കരണത്തിലേക്കുള്ള നീക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷിയാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ അനിവാര്യമാക്കുന്നത് എന്നാണ് ജപ്പാൻ്റെയും അമേരിക്കയുടെയും നിലപാട്. അപ്പോൾ ഈ വർഷത്തെ ഉൾച്ചി ഫ്രീഡം ഷീൽഡ് അഭ്യാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്തതായി ആരോപിക്കപ്പെടുന്ന ഉത്തര കൊറിയൻ സൈനികർ യുദ്ധഭൂമിയിൽ നിന്ന് നേടിയ അനുഭവങ്ങളും പുതിയ യുദ്ധതന്ത്രങ്ങളും കണക്കിലെടുത്താണ് ഇത്തവണത്തെ പരിശീലന പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ ദക്ഷിണ കൊറിയൻ സംയുക്ത സേനാ കമാൻഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ആധുനിക യുദ്ധരീതികൾ, ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ പ്രതിരോധം, സൈബർ സുരക്ഷ എന്നിവയും ഇത്തവണത്തെ പരിശീലനത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ഈ മിസൈൽ പരീക്ഷണം ഒരു സാധാരണ സൈനിക നീക്കം എന്നതിലുപരി ലോകശക്തികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മത്സരത്തിൻ്റെയും ശക്തിപ്രകടനത്തിൻ്റെയും മറ്റൊരു സൂചന കൂടിയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ തീ ഇപ്പോഴും കെടുത്താനാകാതെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും
യൂറോപ്പിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഈ പറയുന്ന പോലെ 3-ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ കിഴക്കൻ ഏഷ്യയും വീണ്ടും ആഗോള സുരക്ഷാ ആശങ്കകളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും കിമ്മിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അമേരിക്കയും സഖ്യരാജ്യങ്ങളും എങ്ങനെ പ്രതികരിക്കും? നയതന്ത്രം വീണ്ടും ഇടം പിടിക്കുമോ, അതോ ശക്തി പ്രകടനങ്ങൾ കൂടുതൽ ഉറപ്പാകുമോ, കടുപ്പമേറിയതാകുമോ എന്ന ചോദ്യങ്ങളാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും കൊറിയൻ ഉപദ്വീപിൽ നിന്ന് വരുന്ന ഈ ഒരു പുതിയ മിസൈൽ, ആ മിസൈൽ മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ലോകം മറ്റൊരു വലിയ സുരക്ഷാ പ്രതിസന്ധിയുടെ വക്കിലാണോ എന്ന ചോദ്യവും വീണ്ടും ശക്തമായിട്ട് ഉയരുന്നുണ്ട്. എന്തായിരുന്നാലും കിം ജോങ് ഉൻ ഇറങ്ങിയിരിക്കുന്നത് കൊല്ലാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൊറിയൻ മിസൈലുകൾ ജപ്പാനെ പോലുള്ള ചെറു രാജ്യങ്ങളെ പിടിച്ചു കുലുക്കാൻ പോകുന്ന കരുത്തുണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.